അങ്ങനെ എക്സാം ഫുൾ എഴുതി തീർത്ത് എക്സിറ്റ് കൊടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ഭയങ്കര ടെൻഷൻ, നെഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി, കണ്ണീന്ന് വെള്ളം വരുന്ന പോലെ തോന്നി, ശരിക്കും കരയാനായ പോലെ ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നേ വരെ ആ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ കണ്ണും പൂട്ടി എക്സിറ്റ് അടിച്ചു. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ 52 മാർക്കാണ് എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യനും കൂടി തെറ്റായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഫെയിലാണ്. ഫെയിലായിരുന്നെങ്കിൽ ഞാൻ അന്ന് ACCA നിർത്തിപ്പോയാനെ, ഒരു സംശയമില്ല. പക്ഷെ അന്ന് ഞാൻ ACCA ഡ്രോപ്പ് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ 12 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. സ്റ്റാർട്ടിങ് കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക. അല്ലാതെ തുടങ്ങുമ്പോൾ തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാലോ. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 10K ഫോളോവേഴ്സോളം ആയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ്ലി ACCA സ്റ്റുഡൻസ് ആണ്. ഇപ്പം ഞാൻ പാസ്സാവുന്ന വീഡിയോസൊക്കെയാണല്ലോ മിക്കവാറും ഇടാറ്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനൊരു പാസ്റ്റ്, ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ ACCA ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.